തിരുവനന്തപുരത്തെ കരിക്കകത്ത് ദമ്പതികളെ ആക്രമിച്ചു. മലയൻകീഴ് സ്വദേശികളായ അനീഷ്, ഭാര്യ ആര്യ എന്നിവർക്കാണ് ഇപ്പോൾ മർദ്ദനമേറ്റെന്ന് വാർത്ത വരുന്നത്. ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്തതിൻ്റെ വിരോധത്തെ തുടർന്നാണ് ആക്രമണമെന്നാണ് പരാതി. മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം. കയ്യേറ്റം ചെയ്തേ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ആരാണിത് ദൃശ്യവൽക്കരിക്കാൻ പോയത്? അയാൾക്കും തല്ല് കിട്ടിയോ? ദൃശ്യം പകർത്തിയത് നമ്മളുടെ ഈ പരാതിക്കാരനായ അനീഷിന്റെ ഭാര്യ ആര്യയാണ്. ആര്യയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ഏതായാലും വിചിത്രമായ സംഭവമാണ് കരിക്കകത്ത് ഇന്നലെ നടന്നത്. ഈ മലയൻകീഴ് സ്വദേശികളായ അനീഷിനും ഭാര്യ ആര്യയ്ക്കും കരിക്കകം പമ്പ് ഹൗസിന് സമീപം ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് കഴിഞ്ഞ 13-ാം തീയതി ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി അവിടെ ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. മാത്രവുമല്ല, അനീഷിനോട് ഈ സ്ഥലത്തിൽ നിന്ന് 3 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അനീഷ് പറഞ്ഞു 3 സെന്റായി കൊടുക്കാൻ കഴിയില്ല, 10 സെന്റായി മാർക്കറ്റ് വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ സംഘം ഇത് അംഗീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, തൊട്ടടുത്ത ദിവസം ഈ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ഒരു വിളക്ക് വെച്ചു. അങ്ങനെ പേട്ട പോലീസിൽ 13-ാം തീയതി അനീഷ് പരാതിയുമായി എത്തുന്നു. പേട്ട പോലീസ് വക്കീൽ നോട്ടീസായി ഈ സ്ഥലത്ത് അതിക്രമിച്ചു കയറരുതെന്ന് ആദ്യം ഒരു നോട്ടീസ് എതിർകക്ഷികൾക്ക് നൽകുന്നു. അതിനുശേഷം വീണ്ടും ഇവർ അതിക്രമിച്ചു കയറി വിളക്ക് കത്തിച്ചു. അതിനുശേഷം 17-ാം തീയതി കോടതിയിൽ അനീഷ് ഒരു ഇഞ്ചക്ഷൻ നൽകുകയും 17-ാം തീയതി കോടതി ഒരു ഹർജി നൽകുകയും 17-ാം തീയതി കോടതി അത് ഇഞ്ചക്ഷനായി ഈ ഭൂമിയിൽ ഇനി ഒരു തരത്തിലും അതിക്രമിച്ചു കയറരുതെന്നുള്ള ഇഞ്ചക്ഷൻ എതിർകക്ഷികൾക്ക് അയച്ചു. എന്നാൽ അത് വകവയ്ക്കാതെ 18-ാം തീയതി വീണ്ടും ഈ സംഘം അതിക്രമിച്ചു കയറി. ഇതിനെ തുടർന്ന് അനീഷും ഭാര്യ ആര്യയും കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്ത് ഗേറ്റ് സ്ഥാപിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ മർദ്ദന സംഭവം ഉണ്ടായത്. കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അതിക്രമ സംഭവങ്ങൾ നടന്നത്. അനീഷിനും ആര്യയ്ക്കും മർദ്ദനമേറ്റു. തുടർന്ന് പേട്ട പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായി ഈ കേസ് സംഭവം അന്വേഷിച്ച് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് രാജേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് അയക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടത്തിവരികയാണ്. ഏതായാലും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തായതോടുകൂടി ഈ സംഭവത്തിൽ പോലീസ് ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ ദമ്പതികളെയൊക്കെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് അത് ചേർന്നാൽ